ആരും പേടിക്കേണ്ട രക്ഷയല്ല. ഞാൻ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണോ അമ്പലത്തിൽ പോകുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് മേക്കപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ അതെടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി. ഞാനെൻ്റെ ദീവനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണൊക്കെ പോയത്. അമ്പലത്തിൽ പോയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഉത്സവത്തോടനുബന്ധിച്ച് സഹസ്രനിരാഞ്ജനം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ 4 ആളുടെയും പേര് നാളൊക്കെ പറഞ്ഞ് കൂപ്പണൊക്കെ എഴുതി വിളക്കൊക്കെ വെച്ചു. പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ ലുക്ക് അങ്ങ് മാറി. എന്താ ഭംഗിയായിരുന്നു നമുക്ക് കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കമ്പക്കെട്ടൊക്കെ കണ്ടു. ഇത് ഞങ്ങളുടെ നാട്ടിൽ കമ്പം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. പിന്നെ കമ്പമൊക്കെ കണ്ട് ഒരു കമ്പൊക്കെ വന്നിട്ട് കാലിൽ വീണ് എന്തോ ഒരു വേദനയായിരുന്നു. അതിനുശേഷം അമ്പലത്തിൽ പ്രസാദമൊക്കെ കിട്ടി. നിരാഞ്ജനം കഴിച്ച പ്രസാദമാണ്. ആദ്യം വിചാരിച്ച് ഭസ്മം വന്നു. അപ്പോഴാണ് മൈക്കിക്കൂടെ വിളിച്ചോണ്ട് ആര് ഭസ്മം വന്ന് പറഞ്ഞ് തുടരുത്, അത് കഴിക്കാനുള്ളതാണ് നിങ്ങൾക്ക് കഴിക്കുന്നത്. നമ്മുടെ ഈ ഗണപതി പടക്കയിലൊക്കെ പൊരിയുണ്ട്, വെള്ളപ്പൊരി. ആ പൊരി പൊടിച്ചതാണ് ആ സംഭവം. പിന്നെ കുറച്ച് കളികെട്ടുകളെയൊക്കെ കണ്ടു. അത്ര വലിയ പോലായിരുന്നു. പിന്നെ കണ്ടു